ഇവിടെ KPCCയുടെ അധ്യക്ഷന്റെ ആ നിലപാട് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. ഒരു തരത്തിലും അത് മറച്ചുവെക്കാൻ അവർ ശ്രമിച്ചില്ല, കുഴിച്ചുമൂടാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. മാധു, ആ ധൈര്യം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ പരാജയമാണ്. ശ്രീ M.R. അഭിലാഷ്, ഇപ്പോ ഹൈക്കോടതി തൽക്കാലം അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഇവിടെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല, മറ്റൊരു ദിവസം കേസ് പരിഗണിക്കാം എന്നുള്ള നിലപാടിൽ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അറസ്റ്റ് തടഞ്ഞിട്ടില്ല എങ്കിലും സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. രണ്ടാമത്തെ കേസിൽ പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ കേസിലെ കംപ്ലൈന്റ് ആരാ നമുക്കറിയാമല്ലോ, പരാതിക്കാരൻ KPCC അധ്യക്ഷൻ തന്നെയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുക, പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണോ, പരാതിയിൽ നിയമപരമായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയാകുമോ? വലിയ വെല്ലുവിളിയാകും. കാരണം ഒരു ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇമെയിലുകൾ അയച്ചു മാത്രം നമുക്ക് ആ വ്യക്തികളെ പ്രതികളാക്കാൻ കഴിയും. അപ്പൊ ആരാണ് അത്തരത്തിലൊരു കുറ്റകൃത്യത്തിന് ഇരയായതെന്ന് അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു ആന്റിസിഡന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഇത് പോലീസ് തന്നെ പറഞ്ഞു എന്നുള്ളത്. അവർക്ക് ചെയ്യാൻ കഴിഞ്ഞതാകെ ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്നത് മാത്രമാണെന്നാണ് ആ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഈ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. പോലീസിനും അനുബന്ധ സംവിധാനങ്ങൾക്കും ഒക്കെ തന്നെ ഒരു നിരാലംബയായിട്ടുള്ള ഒരു പരാതിക്കാരി ഒരു പരാതി അയച്ചു, അവർക്ക് സമൂഹത്തിൽ അവരുടെ ഐഡന്റിറ്റി പുറത്തു വരുമെന്ന് ഭീതിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് പുറത്തു വന്ന് പോലീസ് അധികാരികളോട് സത്യം പറയുവാൻ അവർക്ക് വൈമനസ്യം ഉണ്ടെങ്കിൽ, ഈ പോലീസ് സംവിധാനവും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് തുണയേകി ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം അത് അസർട്ടൈൻ ചെയ്ത് മാനസികമായിട്ടും സാമൂഹികമായിട്ടും മനഃശാസ്ത്രപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കുവാനുള്ള ആ ഒരു ഈഗർനെസ് പോലീസ് സംവിധാനം കാണിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിൽ പോലീസ് റിപ്പോർട്ട് വരുന്ന സമയത്ത് അവരതിന് വൈമനസ്യം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെടുന്ന ഒരു കേസ് തന്നെയാണ് ഇത്. ഇതെല്ലാം കേസ് വരുന്നതിന് മുമ്പ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിയുമോ, വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ശ്രീ M.R. അഭിലാഷ്, ആ പരാതിയിൽ ആ പെൺകുട്ടി പറയുന്ന കാര്യം തന്നെ ഇത്തരത്തിൽ പരാതികളുമായി മുന്നോട്ട് വന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന അധിക്ഷേപങ്ങൾ കണ്ടു എന്നുള്ളതാണ്. സ്വാഭാവികമായും അവർക്ക് ആ കംപ്ലൈന്റുമായി മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ പരാതി പോലീസിലേക്കാണ് എത്തേണ്ടത്. ഇത് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല എന്ന് പറയുന്നത് കേട്ടതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന് നമുക്ക് വിചാരിക്കാമായിരിക്കാം. അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടിക്ക് മുന്നിൽ ഒരു പരാതി വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ആ പരാതി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവല്ലേ? അല്ല, പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു നിയമസമൂഹത്തിൽ ഒരു ഇരയുണ്ടായെങ്കിൽ ഇരയ്ക്ക് ഒരു ഒഫൻസ് നടന്നതിനെ സംബന്ധിച്ച് പോലീസ് അധികാരികളെ അത് സംബന്ധിച്ച് പരാതി കൊടുക്കുവാനുള്ള ആത്മവിശ്വാസം കൊടുക്കേണ്ടത് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളാണ്, സ്റ്റേറ്റിന്റെ സംവിധാനങ്ങളാണ്. അപ്പം അവർ KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു എന്നതുകൊണ്ട് അത് നിയമപരമായിട്ട് ബലഹീനമാകുന്നില്ല. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ഉത്തരവാദിത്വമുള്ള ഏതൊരു പൗരനാണെങ്കിലും ഇവിടെ KPCCയുടെ അധ്യക്ഷന്റെ ആ നിലപാട് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. ഒരു തരത്തിലും അത് മറച്ചുവെക്കാൻ അവർ ശ്രമിച്ചില്ല, കുഴിച്ചുമൂടാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പൊ അത് മുഖ്യമന്ത്രിക്ക് അല്ലെ DGPക്ക് അയച്ചു കൊടുക്കുക. DGPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള പോലീസ് അധികാരി പരാതി KPCC അധ്യക്ഷന് കിട്ടി. അതിനുശേഷം അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. മാധ്യമങ്ങൾ വിളിച്ച് ആ കാര്യം തിരക്കിയപ്പോഴാണ് അദ്ദേഹം പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞത്. വാർത്ത വന്ന് നാട് മുഴുവൻ അറിഞ്ഞ് ഇനി ഈ പരാതി നമുക്കറിയാമല്ലോ, നിയമപരമായി തന്നെ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നൊരു നില രൂപപ്പെട്ടു. KPCC അധ്യക്ഷൻ അത് കൈമാറി, DGPക്ക് കൈമാറി. കോൺഗ്രസ് ഇത് ചെയ്തു എന്ന് പറയുകയും ചെയ്ത സാഹചര്യമാണ് അന്ന് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ പരാതി അത് ആ പെൺകുട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള മൊഴി നൽകാനുള്ള, ഇപ്പൊ ഇമെയിൽ വഴി പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ BNS പ്രകാരം മൊഴി എടുത്തതിന് ശേഷമൊക്കെയാണ് സാധാരണഗതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുക. ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പോഴും മുന്നോട്ട് പോകാൻ തയ്യാറല്ല എങ്കിൽ അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷേ ആദ്യത്തെ കേസിലെ അതിജീവിതയുടെ ഫോട്ടോ അടക്കം പുറത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ട്, ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ ഈ സംസ്ഥാനത്തുണ്ട്. എങ്ങനെയാണ് ഇരയാക്കപ്പെട്ട ഒരാൾക്ക് ആ ധൈര്യം ഉണ്ടാവുക? അങ്ങ് പറയുന്ന ആ ധൈര്യം സ്റ്റേറ്റിനും സമൂഹത്തിനും എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? മാധു, ആ ധൈര്യം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ പരാജയമാണ്.
അവർക്കൊരിക്കലും നിഴലിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഈ ഒരു ഒഫൻസ് നിയമത്തിന്റെ വഴിയിൽ അത് അന്വേഷിക്കുവാനും അത് വിചാരണ ചെയ്യുവാനുള്ള വഴിയൊരുക്കാൻ കഴിയില്ല. അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് ആണ് അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് ഈ അതിജീവിതയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ ആദ്യത്തെ കേസിൽ അപകീർത്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് പോലീസ് അധികാരികൾ എടുത്തിട്ടുള്ളത്. അവർ നിരവധി FIRകൾ രജിസ്റ്റർ ചെയ്തു. അത് മാത്രമല്ല, ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നതിനെതിരെയുള്ള ഒരു പൊതുബോധവും കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇരുട്ടത്ത് ഒളിച്ചിരുന്നുകൊണ്ട് നമുക്കൊരിക്കലും ഇത്തരത്തിലൊരു സെക്ഷൽ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ പരാതിക്കാരിക്ക് ഇരുളിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഇതിന്റെ അന്വേഷണത്തിന് വഴി തുറക്കാൻ കഴിയില്ല. അവർ പോലീസിനെ സമീപിക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെന്ന് പരാതി രജിസ്റ്റർ അന്വേഷണം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കോടതി ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു പോലീസ് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും. പോസിറ്റീവായിട്ട് ഒരു റിപ്പോർട്ട്, ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട്, അതിനൊരു പരാതിക്കാരിയുണ്ട്, അവർ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. അതില്ലാത്ത അവസ്ഥയിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുക തന്നെ ചെയ്യും. അല്ലാതെ മറ്റു മാർഗമില്ല. അതും നിയമവാഴ്ചയുടെ ഒരു അനിവാര്യതയാണ്. ശരി. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതിയായി വന്നതിന് ശേഷവും അതിൽ നിയമ നടപടി എടുക്കാൻ കഴിയുന്നില്ല. അത് കമ്മിറ്റ് ചെയ്ത ആളിലേക്ക് നിയമത്തിന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്.